നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ദിശയുടെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത് ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എല്ലാ പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാമായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ചോദ്യങ്ങളാണ് എങ്കിൽ ഉറപ്പായും ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും നിങ്ങളുടെ നോട്ട്ബുക്കിൽ പറ്റുന്ന സമയത്ത് എന്ത് ചെയ്യുക, എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, രാജ്യത്ത് എത്ര ഭാഷകൾക്ക് കൂടിയാണ് കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയത് ഏറ്റവും പുതുതായിട്ട്? അതിൻ്റെ ഉത്തരം 5 എന്നാണ്. ഭാരത സർക്കാർ 5 ഭാഷകൾക്ക് കൂടിയാണ് പുതുതായി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയിട്ടുള്ളത്. ആ 5 ഭാഷകളുടെ പേരുകളൊന്ന് എഴുതി വയ്ക്കണം. ബംഗാളി, മറാഠി, പാലി, പ്രാകൃത്, അസമീസ്. എന്നുകൂടെ പറയാം. ബംഗാളി, മറാഠി, പാലി, പ്രാകൃത്, അസമീസ്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ എത്ര ഭാഷകൾക്ക് കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? 11 ഭാഷകൾക്കാണ്. അപ്പോൾ മുമ്പ് 6 ഭാഷകൾ കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ഉണ്ടോ? മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയത് 2013-ലാണ്. 2013-ലാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയത്. ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടുന്നത് 2004-ൽ തമിഴിനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടുന്നത് തമിഴിനാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ ശ്രേഷ്ഠ ഭാഷാ പദവിയുള്ള ഭാഷകളുടെ എണ്ണം 11. 5 ഭാഷകൾക്കാണ് പുതുതായി ശ്രേഷ്ഠ ഭാഷാ പദവി കൊടുത്തത്. ആദ്യമായി കിട്ടിയത് തമിഴിനാണ്. ഓക്കെ, തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ. ഇതിനു മുമ്പായിട്ട് എന്ത് കിട്ടിയത്? ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയ ഭാഷകളാണ്. ഒന്നുകൂടെ പറയാം. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ. മലയാളത്തിന് 5ാമതായിട്ടാണ് ഇന്ത്യയിൽ എന്ത് കിട്ടിയിട്ടുള്ളത്? ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ ഏകദേശം 1500 മുതൽ 2000 വർഷം വരെ പഴക്കമുള്ള ലിഖിത ഭാഷയിലുള്ള എഴുതുന്ന ഭാഷകൾക്കാണ് എന്ത് കൊടുക്കുന്നത്? ശ്രേഷ്ഠ ഭാഷാ പദവി കൊടുക്കുന്നത് എന്ന് കൂടി ഓർത്തു വയ്ക്കുക. ആനുകാലിക ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യമായിരുന്നു, രാജ്യത്ത് എത്ര ഭാഷകൾക്കാണ് കേന്ദ്ര സർക്കാർ പുതുതായി ശ്രേഷ്ഠ ഭാഷാ പദവി കൊടുത്തത്? 5 ഭാഷകൾ. ആകെ എത്ര ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ഉണ്ട്? 11. പുതുതായുള്ള ഭാഷകളുടെ പേര് ബംഗാളി, മറാഠി, പാലി, പ്രാകൃത്, അസമീസ്. 2013-ൽ മലയാളത്തിന് കിട്ടി ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടുന്ന 5ാമത്തെ ഭാഷ. 2004-ലാണ് തമിഴ്. ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടുന്ന ഭാഷയാണ് തമിഴ്. അടുത്ത ചോദ്യം, തൊഴിലില്ലായ്മ നേരിടാനായി രാജീവ് ഗാന്ധി സിവിൽ അഭയഹസ്തം സ്കീം നടപ്പിലാക്കി ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? പദ്ധതിയുടെ പേരൊന്നും കൂടെ ഓർമ്മിപ്പിക്കാം. രാജീവ് ഗാന്ധി സിവിൽ അഭയഹസ്തം സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് ഏത്? തെലുങ്കാന. ഓക്കെ, അടുത്ത 3ാമത്തെ ചോദ്യം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചോദ്യങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഉറപ്പായി എഴുതി വയ്ക്കണം. ആവർത്തിച്ച് വായിച്ചാൽ മാത്രമേ ആനുകാലിക ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായി ഓർത്തു വയ്ക്കാൻ കഴിയുള്ളൂ. ഇന്ത്യയിലെ ഏത് സിനിമാ താരത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് പാരീസിലെ ഗ്രവിൻ മ്യൂസിയം സ്വർണ്ണ നാണയം പുറത്തിറക്കിയത്? പാരീസിലെ ഗ്രവിൻ മ്യൂസിയം ഏത് ഇന്ത്യയിലെ സിനിമാ താരത്തോടുള്ള ബഹുമാനാർത്ഥമാണ് സ്വർണ്ണ നാണയം പുറത്തിറക്കിയത്? ചോദ്യത്തിൻ്റെ ഉത്തരം ഷാറൂഖ് ഖാൻ എന്നതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 500ാമത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനായ അഗ്ന റേഡിയോ 90 FM ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം മിസോറാമിലെ ഐസ്വാളാണ്. ചോദ്യം, ഇന്ത്യയിലെ 500ാമത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ്റെ പേര് അഗ്ന റേഡിയോ. ഇത് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മിസോറാമിലെ ഐസ്വാളിലാണ്. അടുത്ത ചോദ്യം, ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്ന് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ ദൗത്യമാണ് നിസാർ എന്ന ദൗത്യം ഏതൊക്കെ രാജ്യങ്ങൾ സംയുക്തമായി ചെയ്യുന്നതാണ്? ഇന്ത്യയും അമേരിക്കയുമാണ്. നിസാർ, ഇന്ത്യ, അമേരിക്ക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വനിതാ ജീവനക്കാർക്ക് ആർത്തവാവധി അനുവദിച്ച ഹൈക്കോടതി സിക്കിം ഹൈക്കോടതി. ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വനിതാ ജീവനക്കാർക്ക് ആർത്തവാവധി അനുവദിച്ച ഇന്ത്യയിലെ ഹൈക്കോടതിയാണ് സിക്കിം ഹൈക്കോടതി. അടുത്ത ചോദ്യം, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്ത്? മിത്രശക്തി. ഒന്നുകൂടെ പറയാം. മിത്രശക്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ശ്രീലങ്കയും. അടുത്ത ചോദ്യം, പൂക്കൾ വിരിയാത്തതും സ്വയം പരാഗണം നടത്താത്തതുമായ അപൂർവ ഓർക്കിഡ് ഇനമായ ഗ്ലാസ്ട്രോഡിയ ഇൻഡിക്കയെ കണ്ടെത്തിയത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നാണ്?
ഈ പേര് പഠിച്ചിട്ട് ഇത് ഏത് ഇനമാണെന്ന് കൂടി എന്ത് ചെയ്യണം, ഓർത്തു വയ്ക്കണം. ഗാസ്ട്രോഡിയ ഇൻഡിക്ക, ഇത് ഒരു അപൂർവ ഇനം ഓർക്കിഡ് വിഭാഗമാണ്. ഇതിനെ കണ്ടെത്തിയത് സിക്കിമിൽ നിന്നാണ്. പൂക്കൾ വിരിയാത്തതും സ്വയം പരാഗണം നടത്താത്തതുമായ അപൂർവ ഓർക്കിഡ് ഇനമായ ഗാസ്ട്രോഡിയ ഇൻഡിക്കയെ കണ്ടെത്തിയത് സിക്കിമിൽ നിന്നാണ്. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡിട്ട ഇന്ത്യൻ നഗരമേത്? അത് മധ്യപ്രദേശിലെ ഇൻഡോറാണ്. ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡിട്ട ഇന്ത്യൻ നഗരമേത്? ഉത്തരം ഇൻഡോർ. അടുത്തതും ഒരു പദ്ധതിയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ശക്തമായ സംരക്ഷണം നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് അപരാജിത നിയമം പാസാക്കിയ നിയമസഭ. നമുക്ക് സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നായിട്ട് പരിഗണിക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ശക്തമായ സംരക്ഷണം നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് അപരാജിത നിയമം പാസാക്കിയ നിയമസഭ ഏത്? അതിന് ഉത്തരം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ നിയമസഭയാണ് അപരാജിത നിയമം പാസാക്കിയത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ്. യുദ്ധ് അഭ്യാസ് 2024. ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് യുദ്ധ് അഭ്യാസ് 2024? ശരിയായ ഉത്തരം ഇന്ത്യയും അമേരിക്കയാണ്. ഇന്ത്യ, അമേരിക്ക. അടുത്ത ചോദ്യം, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന് നൽകിയ പുതിയ പേരെന്ത്? ഇതൊക്കെ നിങ്ങൾ തൊട്ടടുത്തൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ള പേരായിരിക്കും. ശ്രീ വിജയപുരം. ശ്രീ വിജയപുരം എന്തിൻ്റെ പുതിയ പേരാണ്? പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന് നൽകിയ പുതിയ പേര് ശ്രീ വിജയപുരം. ഓക്കെ. ഇനി അടുത്തത് 2025 നടക്കുന്ന ഖോഖോ വേൾഡ് കപ്പിൻ്റെ വേദി. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകൾ ഉൾപ്പെടെ ചോദിച്ചു. ഖോഖോ വേൾഡ് കപ്പിൻ്റെ വേദി 2025 വേദി ഇന്ത്യയാണ്. പുരുഷ വനിതാ വിഭാഗം ജേതാക്കൾ ഇന്ത്യയായിരുന്നു. ഒന്നും കൂടെ പറയാം. ആനുകാലിക സ്പോർട്സിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ്. 2025 നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞ ഖോഖോ വേൾഡ് കപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. പുരുഷ വനിതാ വിഭാഗം ജേതാക്കൾ ഇന്ത്യയായിരുന്നു. അടുത്തത്, ബാലവിവാഹങ്ങൾക്കെതിരെ നിജുത് മൊയ്ന സ്കീം. പദ്ധതിയുടെ പേരെഴുതി വയ്ക്കണം. ബാലവിവാഹങ്ങൾക്കെതിരെ നിജുത് മൊയ്ന സ്കീം ആരംഭിച്ച സംസ്ഥാനം അസം. ഒന്നുകൂടെ പറയാം. സ്കീമിൻ്റെ പേരാണ് നിജുത് മൊയ്ന സ്കീം. ആരംഭിച്ച സംസ്ഥാനമാണ് അസം. ബാലവിവാഹങ്ങൾക്കെതിരെ. അടുത്തത് നമ്മുടെ ഏറ്റവും പുതിയ ചർച്ചകളിൽ ഒന്നാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട ബില്ല് വിശദ പരിശോധനയ്ക്കായി രൂപീകരിച്ച സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അധ്യക്ഷനാര്? PP ചൗധരി എന്നതാണ് ശരിയുത്തരം. ഇതിൽ 39 അംഗങ്ങളാണുള്ളത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ല് വിശദ പരിശോധനയ്ക്കായി രൂപീകരിച്ച സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അധ്യക്ഷൻ PP ചൗധരി. ഇതിൽ 39 അംഗങ്ങളുണ്ട് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത മറ്റൊരു മാറ്റമാണ് പുതിയ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായി. പുതിയ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ് വിജയ കിഷോർ രഹിത്കർ. വിജയ കിഷോർ രഹിത്കർ. ഉറപ്പായും ഈ പേര് എഴുതി വയ്ക്കണം. വരുന്ന പരീക്ഷകളിൽ നിരവധി പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പുതിയ ദേശീയ വനിതാ കമ്മീഷൻ, നിലവിലെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹിത്കർ. ദേശീയ വനിതാ കമ്മീഷൻ്റെ 9ാമത്തെ ചെയർപേഴ്സണാണ് ഇവരെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ അട്ടപ്പാടിയിലുള്ള ആദിവാസികൾ നിർമ്മിച്ച് പ്രശസ്തിയിലേക്ക് ഉയർത്തിയ കുടകളുടെ പേരെന്ത്? കുടയുടെ പേര് കാർത്തുമ്പി എന്നാണ്. കാർത്തുമ്പി. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മൻ കി ബാത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകൾ നിർമ്മിച്ച കാർത്തുമ്പി കുടകളെക്കുറിച്ച് പരാമർശം നടത്തിയിരുന്നു. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. കേരളത്തിലെ അട്ടപ്പാടിയിലുള്ള ആദിവാസികൾ നിർമ്മിച്ച് പ്രശസ്തിയിലെത്തിയ കുടയുടെ പേര് കാർത്തുമ്പി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മൻ കി ബാത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകൾ നിർമ്മിച്ച ഈ കാർത്തുമ്പി കുടകളെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അടുത്ത 18ാമത്തെ ചോദ്യം, പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കിരീടം നേടിയത്? പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കിരീടം നേടിയത് കാലിക്കറ്റ് FC ആയിരുന്നു. കാലിക്കറ്റ് FC. ഇത് ഫൈനലിൽ ഫോഴ്സ കൊച്ചിയെയാണ് ഇവർ തോൽപ്പിക്കുന്നത്. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കിരീടം നേടിയ ടീമിൻ്റെ പേരാണ് കാലിക്കറ്റ് FC. ഫോഴ്സ കൊച്ചിയാണ് തോൽപ്പിച്ചത്.
ഇതുമായി ബന്ധപ്പെട്ട 2 അനുബന്ധ ചോദ്യങ്ങളൂടെ പറഞ്ഞു പോകാം. കാലിക്കറ്റിൻ്റെ കെർവൻസ് ബെൽഫോർട്ടയാണ് ടൂർണമെൻ്റ് താരം. 8 ഗോളുകൾ നേടിയ കൊച്ചിയുടെ ഡോർട്ടൺ ടോപ്പ് സ്കോററായി. ഈ 2 പേരുകൾ കൂടി നിങ്ങൾ പറ്റുമെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൻ്റെ കിരീടം നേടിയത് കാലിക്കറ്റ് FC ആയിരുന്നു. അടുത്ത ചോദ്യം, 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് സിംഗപ്പൂരായിരുന്നു. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നമ്മളെല്ലാവരും വളരെ ചർച്ചയോടുകൂടി അല്ലെങ്കിൽ വളരെയധികം കേട്ടൊരു പേരായിരുന്നു ലോക ചെസ് ചാമ്പ്യൻഷിപ്പ്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി ഗുകേഷ് ദൊമ്മരാജു ആയിരുന്നു. ഗുകേഷ്, ഈ പേര് നിങ്ങൾ കേട്ട് കാണും. ലോക ചെസ് ചാമ്പ്യനാകുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാണ് ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദാണ് ആദ്യ ഇന്ത്യൻ ചെസ് ചാമ്പ്യൻ എന്ന് ഓർമ്മിക്കുക. ഇതിനകത്ത് ചൈനയുടെ ഡിങ് ലിറനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തുന്നത്. ചൈനയുടെ ഡിങ് ലിറൻ. ഇവിടെ പറഞ്ഞത് 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി സിംഗപ്പൂരായിരുന്നു. ഗുകേഷ് ആയിരുന്നു വിജയിച്ചത്. ലോക ചെസ് ചാമ്പ്യനാകുന്ന 2ാമത്തെ ഇന്ത്യൻ താരമാണ് ഗുകേഷ്. 1ാമത്തെ താരം വിശ്വനാഥൻ ആനന്ദായിരുന്നു. ചൈനയുടെ ഡിങ് ലിറനെ ഇദ്ദേഹം പരാജയപ്പെടുന്നത് 7.5, 6.5 എന്നിങ്ങനെയായിരുന്നു ഇവരുടെ മത്സരത്തിൻ്റെ സ്കോർ. അടുത്ത ചോദ്യം, ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാണ് ഡി ഗുകേഷ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത പറയുന്ന 2 ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് ഇനി വരുന്ന പരീക്ഷകളിലെല്ലാം തന്നെ ഈ ചോദ്യം കാണും. നമുക്ക് ഫിഫ വേൾഡ് കപ്പിൻ്റെ അടുത്ത വേദികളാണ് പറയുന്നത്. 2026 2030. 2026 വേദി 3 രാജ്യങ്ങളാണ്. 2026 ഫിഫ ലോകകപ്പ് നടക്കുന്ന വേദി ഏതൊക്കെയാണ് രാജ്യങ്ങൾ? ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ അമേരിക്ക, അടുത്ത കാനഡ, അടുത്തത് മെക്സിക്കോ. മെക്സിക്കോ, കാനഡ, അമേരിക്ക. MCA എന്ന് പറഞ്ഞ് പഠിക്കാം. പുറകിൽ നിന്നാണ് എടുത്തത്. MCA 2026 MCA. ഓക്കെ, മെക്സിക്കോ, കാനഡ, അമേരിക്ക. അടുത്ത 2030 ഫിഫ ലോകകപ്പിൻ്റെ വേദി. അത് വീണ്ടും 3 രാജ്യങ്ങളാണ് പഠിക്കാനുള്ളത്. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിനാണ്. ഞാനിവിടെ MSP, നമ്മൾ MSP പോലീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മലപ്പുറത്ത് MSP കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ MSPയിലാണ് അടുത്തത് എന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട്. MSP എങ്ങനെയാണെന്ന് വെച്ചാൽ MSP മൊറോക്കോ എടുക്കാം, സ്പെയിൻ എടുക്കാം, പോർച്ചുഗൽ എടുക്കാം. മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ. മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ. ഇവിടെ പറഞ്ഞത് 2026 2030 പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ഒന്ന് നമ്മൾ MCA എന്ന് പറഞ്ഞു, ഒന്ന് MSP എന്ന് പറഞ്ഞു. MCA 2026 ഇതൊക്കെ നമ്മൾ കേട്ട പേരുകളായതുകൊണ്ടാണ് നമുക്ക് പിന്നീട് ഓർത്തെടുക്കാൻ പറ്റും. 2030 MSP. MCA ഏതൊക്കെയാണ്? മെക്സിക്കോ, കാനഡ, അമേരിക്ക. അടുത്തത് മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ. 2030 ഉറപ്പായി എഴുതി വയ്ക്കുക. ഇനി അടുത്തത് 2034 ഫിഫ ലോകകപ്പിൻ്റെ വേദി. 2034 വേദി സൗദി അറേബ്യ. ഓക്കെ, നമ്മൾ 26, 30, 34 4 വർഷങ്ങൾ ചേരുമ്പോഴാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത്. 34 വേദി സൗദി അറേബ്യ. ഓസ്ട്രേലിയ മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെ സൗദി അറേബ്യ ഏകപക്ഷീയമായി തന്നെ വേദികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയ മാറി. അപ്പോൾ അതുകൊണ്ടാണ് സൗദി അറേബ്യക്ക് കിട്ടിയത്. ഓക്കെ, അടുത്ത ചോദ്യം, എത്രാമത് ഒളിമ്പിക്സാണ് 2024 പാരീസിൽ നടന്നത്? ഇതിൻ്റെ ഉത്തരം 33ാമത് ഒളിമ്പിക്സ് ആയിരുന്നു. 2024 ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 11 വരെയായിരുന്നു അരങ്ങേറിയത്. ഒന്നുകൂടെ പറയാം, ഞാൻ അതിന് മുമ്പ് പറഞ്ഞ ഫുട്ബോൾ വേൾഡ് കപ്പാണ് കേട്ടോ. 26, 30, 34. അടുത്ത ഒളിമ്പിക്സിനെ കുറിച്ചാണ്. ഇപ്പോൾ 2024 ഒളിമ്പിക്സ് കഴിഞ്ഞു. പാരീസിൽ നടന്ന 33ാമത് ഒളിമ്പിക്സ് ആയിരുന്നു. അതിന് ഡേറ്റ് ഒന്നും കൂടെ പറയാൻ 2024 ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ്. 34ാമത് ഒളിമ്പിക്സിൻ്റെ വേദി, അടുത്ത വേദിയാണ് പറയുന്നത് 34. ഞാൻ 33 2024 പറഞ്ഞു, അതും 4 വർഷങ്ങൾ കഴിഞ്ഞാണ്. അടുത്ത ഒളിമ്പിക്സ് എവിടെ നടക്കുമെന്ന് വെച്ചാൽ അത് അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലാണ്. അത് 2028 ജൂലൈ 14 മുതൽ ജൂലൈ 30 വരെയാണ് നടക്കുക. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് മനസ്സിരുത്തി പഠിക്കാനുള്ളത്, അടുത്ത ഒളിമ്പിക്സ് 2028 നടക്കും. ഒളിമ്പിക്സ് എവിടെ നടക്കും? അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് നടക്കും.
ഇനി ഇവിടെ 2 GK ചോദ്യങ്ങൾ പഠിക്കാനുള്ളത് 2032 ഇതൊക്കെ ഉറപ്പാണ്, ഇനിയുള്ള ചോദ്യങ്ങളിൽ ഉറപ്പാണ്. 2028 ലോസ് ഏഞ്ചൽസ് നടക്കുമെന്ന് പറഞ്ഞു. ഇതിന് മുമ്പായിട്ട് ലോസ് ഏഞ്ചലസിൽ ഒളിമ്പിക്സ് നടന്ന വർഷങ്ങൾ 1932 1984 ഇതൊക്കെ ഉറപ്പാണ്. ഇനി വരുന്ന പരീക്ഷയിൽ ചോദിക്കുക. ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസ് വെച്ചുള്ള 3ാമത്തെ ഒളിമ്പിക്സാണ്. 2028 ഒളിമ്പിക്സിൻ്റെ വേദി അമേരിക്കയിലെ ലോസ് ഏഞ്ചലസ്. ഇതിനു മുമ്പ് വേദിയായിട്ടുണ്ടോ? 2 പ്രാവശ്യം ആയിട്ടുണ്ട്. വർഷം 1932 1984 ഓക്കെ. ഇനി അടുത്ത പേരുകൾ നിങ്ങൾ ഇതൊന്ന് നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കണം. എന്നിട്ട് ആവർത്തിച്ച് വായിച്ച് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ എല്ലാ പരീക്ഷകൾക്കും നമുക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ആനുകാലിക ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2024 ഓഗസ്റ്റിൽ ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ പുതിയ കാർഷിക വിളകളാണ്. ഞാൻ വിളകൾ അതിൻ്റെ പേരുകളാണ് പറയുന്നത്. ഒന്നാമത് കേരളശ്രീ. കേരളശ്രീ എന്ന് പറയുന്നത് ജാതിക്കയുടെ വെറൈറ്റിയാണ്, കേരളശ്രീ. അടുത്ത മനുശ്രീ കാവേരി. മനുശ്രീയും കാവേരിയും ഏലമാണ്. ഗിനാർ 6 എന്താണ്? നിലക്കടലയാണ്. ലളിത്, അർക്ക, കിരൺ പേരയ്ക്കാണ്. പുസാശക്തി തക്കാളി. പരീക്ഷയ്ക്ക് ചോദിക്കാൻ 2024 ഓഗസ്റ്റിൽ പുറത്തിറക്കിയ പുസാശക്തി എന്ന കാർഷിക വിള എന്താണ് എന്ന് ചോദിച്ചാൽ തക്കാളി. ഒന്നും കൂടെ ആവർത്തിക്കാം. കേരളശ്രീ ജാതിക്ക, മനുശ്രീ കാവേരി ഏലം, ഗിനാർ 6 നിലക്കടല, ലളിത്, അർക്ക, കിരൺ പേരയ്ക്ക, പുസാശക്തി തക്കാളി. ഓക്കെ. അടുത്തത് കേരള നിയമസഭയുമായി ബന്ധപ്പെട്ടൊരു 3-4 ചോദ്യങ്ങൾ. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഗവർണർ ഇനി വരുന്ന പരീക്ഷകൾ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്നതാണ്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ. നിയമസഭയുടെ സ്പീക്കർ AN ഷംസീർ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. നിയമസഭയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അപ്പോൾ പരീക്ഷകൾക്ക് തൊട്ടടുത്ത് സ്ഥിരമായി ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയ ഒഴിവിലേക്ക് വന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ. ഈ പേര് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിയമസഭാ സ്പീക്കറിനെ കുറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. AN ഷംസീർ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കുറച്ച് സംസ്ഥാനങ്ങളും അവയുടെ മുഖ്യമന്ത്രിമാരെയാണ്. ബീഹാറിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയുടെ പേര് നിതീഷ് കുമാർ. നിതീഷ് കുമാർ. ഛത്തീസ്ഗഡ് വിഷ്ണു ദിയോ സായ്. വിഷ്ണു ദിയോ സായ്. ജാർഖണ്ഡ് ഹേമന്ത് സോറൻ, ഏറ്റവും പുതിയ മാറ്റങ്ങളിലൊന്നാണ്. മധ്യപ്രദേശ് മോഹൻ യാദവ്. മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ്. അടുത്ത മഹാരാഷ്ട്ര ഏറ്റവും പുതിയ മാറ്റം ദേവേന്ദ്ര ഫട്നാവിസ്. ഞാൻ പറഞ്ഞ ആ പേരുകൾ ഒന്നും കൂടെ പറയാം. നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാണ്. വിഷ്ണു ദിയോ സായ് ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഹേമന്ത് സോറൻ ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയാണ്. മോഹൻ യാദവ് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ്. ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയാണ്. മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രി N ബിരൺ സിംഗ്. ഒഡീഷ മോഹൻ ചരൺ മാജി. മോഹൻ ചരൺ മാജി. ഒഡീഷയിലൊക്കെ കഴിഞ്ഞ വർഷമാണ് ഇലക്ഷൻ നടന്നത്. പഞ്ചാബിൽ ഭഗവന്ത് മാൻ. രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മ. ഭജൻലാൽ ശർമ്മ എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? രാജസ്ഥാൻ. ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ഒന്നുകൂടെ പറയാം. N ബിരൺ സിംഗ് മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രിയാണ്. മോഹൻ ചരൺ മാജി ഒഡീഷയുടെ മുഖ്യമന്ത്രി. ഭഗവന്ത് മാൻ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഭജൻലാൽ ശർമ്മ രാജസ്ഥാനിൻ്റെ മുഖ്യമന്ത്രിയാണ്. പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയാണ്. അടുത്തൊരു 3 പുസ്തകങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. പുസ്തകത്തിൻ്റെ പേര് വിറ്റ്നസ് എന്ന പുസ്തകം രചിച്ചത് സാക്ഷി മാലിക്കാണ്. സോഴ്സ് കോഡ് എന്ന പുസ്തകം രചിച്ചത് ബിൽ ഗേറ്റ്സ് ആണ്. ഹൗ ടു ബി ഹാപ്പി റസ്കിൻ ബോണ്ടിൻ്റെ പുസ്തകമാണ്. കുറച്ച് പുസ്തകങ്ങളെല്ലാം വരുന്ന കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. 3 പുസ്തകങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. വിറ്റ്നസ് സാക്ഷി മാലിക്, സോഴ്സ് കോഡ് ബിൽ ഗേറ്റ്സ്, ഹൗ ടു ബി ഹാപ്പി എന്ന പുസ്തകം റസ്കിൻ ബോണ്ടിൻ്റെയാണ്. ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. വരുന്ന ക്ലാസ്സിൽ മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. കൃത്യമായും നിങ്ങൾ ഈ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ വരുന്ന പരീക്ഷയിൽ ഉണ്ടാകുമെന്ന് അത് നമ്മുടെ ഒരു ഉറപ്പാണ്. നമുക്ക് ക്ലാസ് അവസാനിക്കും.